ഹോർമൂസ് കടലിടുക്ക് കടന്ന് 90,000 ടണ്ണിലധികം പാചകവാതകവുമായി 2 ഇന്ത്യൻ ടാങ്കറുകൾ കൂടി ഒമാൻ ഉൾക്കടലിലേക്ക് നീങ്ങുന്നതായി ഷിപ്പിംഗ് ഏജൻസികളുടെ ട്രാക്കിംഗ് ഡേറ്റ വ്യക്തമാക്കുന്നു. BW ടൈർ, BW എൽമ എന്നീ കപ്പലുകളാണ് ശനിയാഴ്ച ഹോർമൂസ് കടലിടുക്ക് വഴി സഞ്ചരിച്ചത്. ഇന്ത്യ അടക്കമുള്ള സൗഹൃദ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് ഹോർമൂസ് വഴി സുരക്ഷിത യാത്ര അനുവദിക്കുമെന്ന ഇറാന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഈ നീക്കം. ഈ 2 ടാങ്കറുകളിലുള്ള LPG രാജ്യത്തിന്റെ 3 ദിവസത്തെ ഇറക്കുമതി ആവശ്യകതയ്ക്ക് തുല്യമാണ്. റാസൽ ഖൈമയ്ക്ക് സമീപം നങ്കൂരമിട്ടിരുന്ന 5 ഇന്ത്യൻ കപ്പലുകളിൽ ഉൾപ്പെട്ടവയാണ് ഇപ്പോൾ ഹോർമൂസ് കടന്ന ഈ ടാങ്കറുകൾ. BW ടയർ BPCLനായും അതുപോലെ BW എൽമ HPCLനായും ചാർട്ടർ ചെയ്ത കപ്പലുകളാണ്. ഇവ ന്യൂ മംഗലാപുരം, മുംബൈ തുറമുഖങ്ങളിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ 4 ഇന്ത്യൻ LPG ടാങ്കറുകൾ ഹോർമൂസ് കടന്നിരുന്നു. ഇതോടെ സമീപകാലത്ത് ഹോർമൂസ് കടന്ന ഇന്ത്യൻ LPG കപ്പലുകളുടെ എണ്ണം 6 ആയി. ഈ മേഖലയിൽ 20 ഇന്ത്യൻ കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കുടുങ്ങിക്കിടക്കുന്ന തങ്ങളുടെ ഒഴിഞ്ഞ കപ്പലുകളിലേക്ക് ഇന്ത്യ LPG കയറ്റുന്നതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചൈന, റഷ്യ, ഇന്ത്യ, ഇറാഖ്, പാകിസ്ഥാൻ എന്നീ 5 സൗഹൃദ രാജ്യങ്ങളുടെ ടാങ്കറുകൾക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായ യാത്ര അനുവദിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചി അറിയിച്ചിരുന്നു. അതേസമയം ഇറാന്റെ ശത്രുക്കളുമായി ബന്ധമുള്ള കപ്പലുകൾക്ക് ഉപരോധം തുടരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഇന്ത്യൻ കപ്പലുകളുടെ ഈ തുടർച്ചയായ യാത്ര മേഖലയിലെ തന്ത്രപ്രധാനമായ ഊർജ്ജപാതയുടെ പ്രാധാന്യം അടിവരയിടുന്നുണ്ട്. ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ വീണ്ടും ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണമുണ്ടായി എന്നാണ് മറ്റൊരു വാർത്ത. ടെലഗ്രാമിലൂടെ പുറത്തുവിട്ട ഹ്രസ്വമായ പ്രസ്താവനയിൽ IDF ഇപ്രകാരം പറഞ്ഞു. ടെഹ്റാനിലുടനീളമുള്ള ഇറാനിയൻ ഭീകരഭരണകൂടത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ സേന ആക്രമണം നടത്തി. ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ, സ്ഫോടക വസ്തു വികസന യൂണിറ്റുകൾ, മിസൈൽ നിർമ്മാണശാലകൾ എന്നിവ ലക്ഷ്യമിട്ട് 50 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് രാത്രിയിലുടനീളം 3 പ്രധാന കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് ഈ പുതിയ നീക്കം. ശനിയാഴ്ച പുലർച്ചെ ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി US-ഇസ്രായേൽ സഖ്യം നടത്തിയ വ്യോമാക്രമണത്തിൽ കുറഞ്ഞത് 12 പേരെങ്കിലും കൊല്ലപ്പെട്ടതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പടിഞ്ഞാറൻ പ്രവിശ്യയായ ലോറേസ്ഥാനിലെ ബോറൂജർഡ് നഗരത്തിലുണ്ടായ ആക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെടുകയും 36 പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തതായി പ്രവിശ്യ ഉദ്യോഗസ്ഥർ ഗുദറത്തുള്ള വലധിയെ ഉദ്ധരിച്ച് ഫാർസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. വടക്കു പടിഞ്ഞാറൻ നഗരമായ സൻജാനിൽ ശനിയാഴ്ച നടന്ന സമാനമായ ആക്രമണങ്ങളിൽ 5 പേർ കൊല്ലപ്പെടുകയും 7 പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തതായി സിറ്റി പൊളിറ്റിക്കൽ ഡെപ്യൂട്ടി ഗവർണർ അലി സഖേവിയെ ഉദ്ധരിച്ച് ISNA റിപ്പോർട്ട് ചെയ്തു. ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ ആകെ എണ്ണം സംബന്ധിച്ച് ഇറാൻ ഇതുവരെ ഔദ്യോഗികമായ പുതിയ കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ല. മാർച്ച് 8-ന് ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം മരണസംഖ്യ 1200 കടന്നിരുന്നു. എന്നാൽ ഇത് സ്വതന്ത്രമായി സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. നിലവിൽ മരണസംഖ്യ 1900 കടന്നു എന്നാണ് റിപ്പോർട്ടുകൾ. എങ്കിലും ഇറാനിൽ സ്വതന്ത്ര മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ലാത്തതിനാൽ ഈ കണക്കുകൾ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല.